പ്രതിഷേധങ്ങളെ തനിക്ക് ഭയമില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. താൻ തൊടുപുഴയിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമെന്നും ഒന്നിനെയും ഭയമില്ലെന്നും ഗവർണർ പ്രതികരിച്ചു. തനിക്കൊരു ഭീഷണിയുമില്ല, എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാം, ഒരു പേടിയുമില്ല. കോഴിക്കോട് താൻ തെരുവിൽ ഇറങ്ങി നടന്നത് കണ്ടില്ലേ എന്നും ഗവർണർ മാധ്യമങ്ങളോട് ചോദിച്ചു. അതുപോലെ വേണമെങ്കിൽ കൊച്ചിയിലും നടക്കാമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. തൊടുപുഴയിലേക്ക് യാത്ര തിരിക്കുന്നതിന് തൊട്ടുമുമ്പ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ. അതേസമയം ഗവർണർ എത്താനിരിക്കെ തൊടുപുഴ വെങ്ങല്ലൂർ ജംഗ്ഷനിൽ SFI കറുത്ത ബാനർ ഉയർത്തി. സംഘീഖാൻ നിങ്ങളെ എവിടേക്ക് സ്വാഗതം ചെയ്യുന്നില്ല എന്നെഴുതിയ കറുത്ത ബാനറാണ് റോഡിന് കുറുകെ കെട്ടിയിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന കാരുണ്യ കുടുംബ സുരക്ഷാ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ ഇന്ന് തൊടുപുഴയിലെത്തുക. LDF ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഗവർണർ കടന്നുവരുന്ന പാതയിലാണ് SFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാനർ പ്രത്യക്ഷപ്പെട്ടത്. ഗവർണർക്കെതിരെ SFI കരിങ്കൊടി പ്രതിഷേധം നടത്തുമെന്നും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ നഗരത്തിൽ പഴുതടച്ചുള്ള സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ തുടങ്ങി 3 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭൂപതിപ്പ് ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ LDF ഇടുക്കിയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കടകൾ അടഞ്ഞു കിടക്കുകയാണ്. 10,000 കർഷകരെ അണിനിരത്തിയുള്ള LDF മാർച്ചും ഇന്ന് നടക്കും. LDFന്റെ രാജ്ഭവൻ മാർച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുക. ഇതിനിടയിലാണ് ജില്ലയിലേക്ക് ഗവർണർ എത്തുന്നത്. ഗവർണർ ജില്ലയിൽ പ്രവേശിക്കുന്നത് മുതൽ വഴിയിലുടനീളം പ്രതിഷേധിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിനാൽ തന്നെ കനത്ത സുരക്ഷയിലാണ് ഗവർണറുടെ യാത്ര. സുരക്ഷയ്ക്കായി 500-ലേറെ പോലീസുകാരെയാണ് പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. ആലുവ ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ ഇപ്പോൾ ഉള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.